ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഡിസംബർ പ്ലാനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ കുറച്ച് നാളായിട്ട് പ്ലാൻസ് ഓരോ മാസം ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത് എനിക്ക് ഗുണമാവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം ഗുണമാവുന്നുണ്ടെന്നാണ് എനിക്ക് അറിയത്തില്ല. കാരണം വേറൊരാൾ പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും കാണുമ്പം എനിക്കൊക്കെ ഓക്കെ അതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ വന്നാൽ പിന്നെ ഞാനും പ്ലാൻ ചെയ്തേക്കാം എന്നൊരു തോന്നലുണ്ടാവാറുണ്ടേ. അപ്പോൾ നമുക്ക് നവംബർ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് നോക്കാം. നവംബറിൽ മറ്റേ അൺഫോൾഡിങ് മൈ മെമ്മറീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാണ്ട് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും മിനിമം വരത്തക്ക രീതിയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് അത്യാവശ്യം ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു 10,000-2,000 പേരൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ പക്ഷെ കാണുന്ന ആൾക്കാർ നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കമന്റ് ഇടുന്നുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ അതങ്ങനെ പോകുന്നു. പിന്നെ ഡീക്ലട്ടറിങ് മിച്ചം കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും പഴയപടിയായി വീടെല്ലാം. അപ്പൊ അന്നയുടെ റൂം ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം എന്നുള്ളായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, എനിക്ക് പറ്റിയില്ല, അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. ഇതിനിടയ്ക്ക് കുറച്ച് വയ്യാണ്ടാവുക ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും പിന്നെ പ്ലാനും പദ്ധതികളും എല്ലാം മാറി മറിഞ്ഞു. സോ നമ്മൾ ഏറ്റവും എളുപ്പം മാറ്റി വെക്കാവുന്ന ആ കാര്യം അതങ്ങ് മാറ്റിവെച്ചു. പിന്നെ ഡ്രസ്സ് തയ്ച്ചു തുടങ്ങാന്നുള്ളതാണ്. ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് എന്താ ബിജുവിന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഡിസംബർ അല്ല, ജനുവരി ആവും. ജനുവരി ഫസ്റ്റ് വീക്ക്. ഡിസംബർ ലാസ്റ്റ് മനസ്സമ്മതാണ്. പിന്നെ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന് മനസ്സമ്മതത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എന്റെ ബ്ലൗസ് ഞാൻ ഒരുവിധമൊക്കെ റെഡിയാക്കി. പിള്ളേരുടെ ഒന്നും ആയില്ല. അപ്പം പിള്ളേരുടേത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടിച്ച് ഞാൻ വെച്ചോണ്ടിരിക്കുക. കാരണം ഞാൻ ഇത് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ബിജുവിനെ കൂടെ കൂട്ടി. സാധാരണ ഞാൻ ബിജുവിനെ അങ്ങനെ വിളിക്കുന്നതല്ല. ഇതിപ്പം കല്യാണത്തിന് ഒരു തീമൊക്കെ പറഞ്ഞുകൊണ്ട് ബിജുവിനെ വിളിച്ചോണ്ടാ പോയത്. അപ്പൊ ബിജു ഞാൻ പുതിയ സാരി ഒന്നും എടുത്തില്ല. എൻ്റെ ഓൾറെഡി ഉള്ള സാരി തന്നെ ബ്ലൗസ് വെച്ച് വേറെ ബ്ലൗസ് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്തിനാ, ഞാൻ ഓൾറെഡി ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാ ആവശ്യമില്ലാതെ എടുക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ എൻ്റെ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള തുണി ബിജു എടുത്തു തന്നു, പിള്ളേർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് തന്നു. സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് എളുപ്പം മറ്റേ കോട്ടൺ പോലെ ഈ തെന്നി പോകാത്ത തുണിയാണ്. പക്ഷെ ഇത് ബിജു എടുത്തത് തെന്നി പോകുന്ന തുണിയാണ്. ഈ തെന്നുന്ന തുണി തയ്ക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പം എനിക്കത് മാറ്റി വയ്ക്കാൻ തോന്നും. അങ്ങനെ ഞാനത് മാറ്റി വെച്ചേക്കാണ്. അപ്പൊ അത് തുടങ്ങിയിട്ടില്ല. പിള്ളേരെ തുടങ്ങിയിട്ടില്ല. എൻ്റെത് ഓക്കെ ആക്കിയിട്ടുണ്ട്. എൻ്റെത് കഴിഞ്ഞ മാസം ഞാൻ. പിന്നെയുള്ളത് ആർട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറെ ആൾക്കാർ യെസ് കണ്ടിന്യൂ ചെയ്യണം എന്ന ഉള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാനും ഓക്കെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ച് കഴിഞ്ഞ മാസം പോയി. ബട്ട് എനിക്കത് ശരിയാവണില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായത് എനിക്ക് അതിന്റെ ബേസിക്സ് കിട്ടുന്നില്ല. അവിടുത്തെ കരിക്കുലം എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളർ തിയറി പഠിപ്പിച്ചു കഴിഞ്ഞ് സ്ട്രെയിറ്റ് അവേ നമുക്കൊരു റെഫറൻസ് പിക്ചർ തന്നിട്ട് അങ്ങ് വരയ്ക്കാൻ തുടങ്ങുവാണ്. അപ്പൊ അങ്ങനെ 2 ചെറിയ പിക്ചർ വരച്ചു. അത് കഴിഞ്ഞ് 3ാമത്തെ പിക്ചർ തുടങ്ങിയിട്ട് ഇതുവരെയും അത് എങ്ങും എത്തുന്നില്ല. നമ്മള് ഒരു ക്ലൗഡും താഴെ ഒരു റിവറും ഒക്കെയാണ് വരയ്ക്കുന്നത്. ഈ റിവർ വരച്ച് ഞാനൊരു 3-4 ക്ലാസ് ആയിട്ടും റിവറിന് പല കളർ കൊടുത്തോണ്ടിരിക്കുന്ന, അല്ലാതെ സെറ്റ് ആവുന്നില്ല. അതായത് ഒരു അല പോലെ വരണം, പിന്നെ ബ്ലെൻഡിങ് ശരിയാവണം, അത് ശരിയാവുന്നില്ല. പിന്നെ ക്ലൗഡ്സ് ആണെങ്കിലും അത് സെറ്റ് ആവണില്ല. അപ്പൊ ഞാന് ഇങ്ങനെ ചോദിച്ചു എനിക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിങ്ങനെ ചെയ്ത് തന്നെയാണ് ഇമ്പ്രൂവ് ആവുന്നത്. പക്ഷെ അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പാരലി യൂട്യൂബിലും ഒക്കെ ഒത്തിരി തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ബേസിക്സ് നമുക്ക് ആദ്യം കിട്ടണം. അതായത് പല ബ്രഷിന്റെ ഉപയോഗം. ഇതിപ്പോ എല്ലാം ചെയ്യുന്നത് ഒരൊറ്റ റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമുക്ക് ഒത്തിരി ബ്രഷസ് ഉണ്ടാവും. ഒത്തിരി ബ്രഷസിന് ഒത്തിരി ഉപയോഗങ്ങളും ഉണ്ട്. അപ്പൊ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഇത് സ്ട്രോക്സ് നമുക്ക് പിടിക്കേണ്ട ഒരു രീതി ഉണ്ട്. അല്ലെങ്കിൽ ബ്ലെൻഡിങ് ടെക്നിക്സ് ഉണ്ട്. അതായത് വെറ്റ് ഓൺ വെറ്റ്, ഡ്രൈ ഓൺ വെറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളുണ്ട്. ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഞാൻ ഈ കംപ്ലീറ്റ് കൊളാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് പൊയ്ക്കൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ ചെയ്തങ്ങ് പഠിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് പഠിക്കാനാണ് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ. കാരണം ഈ 1.5 മണിക്കൂർ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ, അവിടുത്തെ ഏജിലാണെങ്കിലും വളരെ പൊക്കം കുറഞ്ഞ ഒരു സംഭവം. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് 1.5 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നടുവേനയൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ ഇതങ്ങോട്ട് ശരിയാവുന്നില്ല. നമുക്കൊരു കാര്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടി കൊണ്ട് നമുക്ക് പോകണ്ട എന്ന് കരുതാം. അതാണ് എനിക്ക് ആദ്യം സംഭവിച്ചോ എന്തിനാ ഇത് പോകുന്നതെന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റോടെ പോകുമ്പം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ഈ ഹാർട്ട് ഹെവി ആവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതായത് എന്നെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ ഇത് ശരിയാവാത്ത, ഇതിനെന്തൊരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എനിക്കൊട്ട് ചെയ്യാനും ഒക്കത്തില്ല. കാരണം അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനും ഒക്കത്തുള്ളൂ.
അതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ പോകണ്ടെന്ന് തോന്നി. ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ നാളെ അടുത്ത ക്ലാസ് ഉണ്ട്. ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആയിരുന്നു. നാളത്തെ ക്ലാസ്സിന് പോകണ്ട, നാളെ തൊട്ട് പോകണ്ട എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് നടുവേദന ഒരു വിഷയമാണ്, ബട്ട് ബേസിക്സ് ശരിയാവാതെ അല്ലെങ്കിൽ ബേസിക്സ് കിട്ടാതെ മേ ബി അവിടുത്തെ കരിക്കുലത്തിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പം അതങ്ങനെ. പിന്നെ ഉള്ളത് എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. പിന്നെ നമുക്കൊരു ട്രിപ്പ് പോകണം എന്നുള്ളതായിരുന്നു. ട്രിപ്പ് ഇൻ ദ സെൻസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സ്റ്റേ ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു മട്ടിൽ ഭയങ്കരമായ ഡിസ്കഷൻ ആയിരുന്നു. അവസാനം നമ്മളതൊരു ഗെറ്റ് ടുഗദറിൽ ഒതുക്കി. ഒരു ശനിയാഴ്ച ഒരു ഉച്ചയ്ക്ക് ലുലുലു പോയിട്ട് നമ്മളൊരു 10 പേര് ചേർന്ന്, സ്കൂൾ ഫ്രണ്ട്സ് ആണ് എന്ന് വെച്ചാൽ അവരുമായിട്ട് വലിയ കോണ്ടാക്ട് ഉള്ള ഇതൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ എന്നെ പോലെ തന്നെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കൂടണം സംസാരിക്കണം എന്നോ ആഗ്രഹമുള്ള ഒരു 10 പേര് ചേർന്നിട്ട് ലുലുവിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം മീറ്റ് ചെയ്ത് രാത്രി വരെയൊക്കെ ഇരുന്ന് വാചോടിച്ച് തിരിച്ചു വന്നു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ആ ഗ്രൂപ്പ് തന്നെ ശരിക്കും എറണാകുളം പോയിട്ട് സ്റ്റേ ചെയ്ത് എറണാകുളമൊക്കെ ഒന്ന് കറങ്ങണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹം നടന്നില്ല. പിന്നെ അപ്പൊ അത്രയും ഉണ്ടായിരുന്നുള്ളൂ നവംബറിലെ പരിപാടികളെല്ലാം വലിയ കുഴപ്പമില്ല. അപ്പൊ ഇനി കമ്മിങ് ടു ഡിസംബറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബിജുവിന്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പൊ അത് ടുവേർഡ്സ് ദ എൻഡ് ആണ്. ക്രിസ്മസും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ക്രിസ്മസിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല. ഇപ്പൊ ഓരോ പ്രാവശ്യം ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എനിക്കില്ല അങ്ങനെ. അതൊന്ന്. പിന്നെ അനിയത്തി വരുന്നുണ്ട്. അവളൊരു ഡിസംബർ മിഡ് ആകുമ്പം വരും. അപ്പൊ അവളുമായിട്ട് ചേർന്ന് കുറച്ച് അവള് ഭയങ്കര കറക്കത്തിന്റെ ആളാണ്. പക്ഷെ അവള് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വീടിനകത്തൊരു മുറിക്കകത്തൊരു കട്ടിലിനകത്തൊരു പുതപ്പുണ്ടെങ്കിൽ അതിനകത്ത് കാണുക. അവൾ പുറത്തിറങ്ങൂല. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട്, വന്നിട്ട് അവിടെ പോണം ഇവിടെ പോണം എന്ന് നടക്കുമെന്ന് അറിയത്തില്ല. നടന്നാൽ നടന്നു എന്ന് പറയാം. അപ്പൊ അതിലേക്കുള്ളൊരു ശ്രമമുണ്ട്. അയ്യോ, ഞാനിവിടെ പ്ലാൻ എഴുതി വെച്ചിരുന്നു. യെസ്. പിന്നെ ഉള്ളത് അപ്പം കല്യാണവും മനസ്സമ്മതവും ഒരു കാര്യം, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ അങ്ങോട്ടേക്കുള്ള അടുപ്പിച്ച് യാത്രകൾ ഉണ്ട്. പോക്കും വരവും ഒക്കെ എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴായിട്ട് ഭയങ്കര തണുപ്പും ഇതുമല്ലേ. ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് പയ്യെ വേദന, ചൂടാണെങ്കിലും വേദനയാണ്, തണുപ്പാണെങ്കിലും വേദനയാണ്. അപ്പം വേദന ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്. അത് നോക്കണം. യാത്രയും കൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ കംപ്ലീറ്റ് അടിച്ചു പോകാനുള്ള ഇതുണ്ട്. പിന്നെ ഉള്ളത് ആനിയുടെയും അന്നയുടെയും എക്സാം. അന്നയുടെ നോക്കിക്കോളും, ആനിയുടെ മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് സ്കൂൾ കോളേജ് സമയത്തൊന്നും ഞാൻ അങ്ങനെ ട്രിപ്പ് പോയിട്ടില്ല. വീട്ടിൽ നിന്ന് വിടാഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ തന്നെ ഞങ്ങൾ ഇൻ ദ സെൻസ് ഞാനും അനിയനും അനിയത്തിയും ഒക്കെ അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്. പോകണ്ട എന്നുള്ളൊരു, അല്ലെങ്കിൽ എനിക്കൊന്ന് അവർ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ട്രിപ്പിനൊന്നും അങ്ങനെ പോയിട്ടില്ല. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പോയിട്ടില്ല. പിന്നെ പോയേക്കുന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഊട്ടി, കൊടൈക്കനാൽ അതുപോലുള്ള 1-2 സ്ഥലങ്ങളിൽ ഓഫീസിൻ്റെതായിട്ട് പോയിട്ട് ഒരു 2-3 ദിവസത്തെ ട്രിപ്പാണ് ഞാൻ പോയേക്കുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ കാണുമല്ലോ ആൾക്കാർ പോകുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിങ്, എനിക്കും പോകണം. പക്ഷെ ഞാൻ നോക്കുമ്പം ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പം ഞാൻ ഇവിടുന്ന് അവിടം വരെ പോയി അത് കണ്ട് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു വരേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പൊ അങ്ങനെ ആകുമ്പം എന്തിൻ്റെ ആവശ്യത്തിനാണ് പോകുന്നതെന്നുള്ള. പക്ഷേ ശരിക്കും ഒറ്റയ്ക്ക് പുറത്തു പോകാന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുമായിട്ട് പോകുന്നതിനേക്കാളും ഒറ്റയ്ക്ക് പോകുന്നതിന്റെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും പിടിച്ചൊക്കെ പോകാമല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങനെ ആണ് അതിന്റെ മട്ടുമാതിരി എന്നൊക്കെ ആലോചിച്ചിട്ട് പോണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, എനിക്ക് ഗോവയിൽ പോകണം, എനിക്ക് മറ്റേ കാശ്മീർ പോകണം, ഇങ്ങനെ വൻ പ്ലാനും പദ്ധതികളാണ്. എന്നിട്ട് ഇപ്പൊ ഒത്തിരി മറ്റേ ഈ ട്രിപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൻ്റെയൊക്കെ എല്ലാ ഇതും ഫോളോ ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് അപ്പൊ ഞാൻ പറയുന്ന 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാള് എൻ്റെ അടുത്ത്, പുള്ളിക്കാരി എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്നൊരു വലിയ ലാർജ് സ്കെയിലിൽ ട്രിപ്പ് പോകുന്ന ആളാണ്.
അപ്പം പുള്ളിക്കാരി എന്നെ അടുത്ത് പറയും നമുക്ക് ഗുജറാത്ത് പോവാം, നമുക്ക് അവിടെ പോവാം, എവിടെ പോവാം, രാജസ്ഥാൻ പോവാം, 5 ദിവസത്തെ പ്ലാൻ. ഞാൻ പറഞ്ഞു പറ്റില്ല, അത്രയും വലിയ മറ്റേ കാര്യങ്ങളിലോട്ട് തലമുറന്ന് എണ്ണ തേക്കാനൊന്നും ഞാൻ ആയിട്ടില്ല. എനിക്ക് ചെറിയ ചെറിയ ട്രിപ്പ് മതി, ഇവിടുന്ന് കേരളത്തിനകത്തൊക്കെ തന്നെയുള്ള ചെറിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം ഒരു മിഡൊക്കെ ആയപ്പോഴത്തേക്കും ഷൊർണൂർ ഒരു ക്യാമ്പുണ്ട്. അപ്പം ചുമ്മാ സ്ഥലം കാണാൻ പോകുന്നതിനെക്കാട്ടിലും ഇതുപോലൊരു ക്യാമ്പ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിന്റെ പരിപാടികളൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പോട്ടറി മേക്കിംഗ്, പേപ്പർ മേക്കിംഗ്, സസ്റ്റൈനബിൾ ലിവിങ്, പിന്നെ മൈൻഡ്ഫുൾനെസ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു 2 day ക്യാമ്പ് ഷൊർണൂരാണ്. ഫാമേഴ്സ് ഷെയർ എന്നാണ് ആ ഒരു പേജിന്റെ അവരുടെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഇത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അവരുടെ ഒരു ഇൻസ്റ്റാ റീല് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാനത് കണ്ടു, ഞാനതങ്ങ് വിട്ടു. സംഭവം കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ സ്ക്രോൾ ചെയ്ത് വിട്ടു. അപ്പൊ അതേ സാധനം എടുത്ത് ഈ പുള്ളിക്കാരി എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഇതാണ്ടേ ഇങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്കാണ്, നമുക്കൊന്ന് പോയാലോ. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നാ പിന്നെ പോവാം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ, എനിക്ക് എന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിള്ളേരെ ആരും നോക്കും. പിള്ളേർക്ക് അന്ന് പരീക്ഷയുണ്ട്, പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. പ്ലസ് പിള്ളേരുടെ ഫുഡും കാര്യങ്ങളും, കാരണം വെള്ളിയാഴ്ചയാണ് എനിക്ക് പോകേണ്ടത്. ശനി ഞായർ കഴിഞ്ഞ് ഞായർ വൈകിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. സോ വെള്ളിയാഴ്ചത്തെ കാര്യം എന്ത് ചെയ്യും? ശനിയാഴ്ചയും അന്നയ്ക്ക് ക്ലാസ് ഉണ്ട്. ഇത് ആലോചിക്കുമ്പം പോണോ വേണ്ടിയെന്നുള്ള. അപ്പൊ ഞാനിങ്ങനെ ബിജുവിനാണെങ്കിൽ ഇപ്പം അനിയത്തിയുടെ കല്യാണം കാരണം എല്ലാ ആഴ്ചയും ബിജു ചങ്ങനാശ്ശേരിക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു, ബിജു ഇങ്ങനെ എനിക്ക് പോകണം. അപ്പൊ ബിജു സാധാരണ പറയുന്നത് അമ്മയുടെ അവിടെ നിർത്തിയിട്ട് പോകാനാണ്. അപ്പൊ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോ അധികം എവിടെയെങ്കിലും പോകാനാണെങ്കിലും അവിടെ കൊണ്ടാക്കുന്ന പതിവില്ല. കാരണം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം രണ്ടുപേരും 2 സ്ഥലത്തോട്ടാണ് പോകുന്നത്, അന്നേം മാനിയും 2 സ്ഥലത്തോട്ടാണ്. സോ അത് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, ബിജു നോക്കുവോ? അപ്പോൾ ഇത്തവണ ബിജു എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഉള്ള പല ബ്രെയിൻ വാഷിന്റെയും ഒക്കെ ഫലമായിട്ടാന്ന് തോന്നുന്നു, ഞാൻ നോക്കാം, പൊക്കോ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടിരിക്കുന്ന ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയത്തില്ല. ഓക്കെ, നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കാൻ പോയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും പറഞ്ഞു, ഓക്കേടാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരിക്ക് അന്നൊരു കല്യാണമുണ്ട്. സോ വെള്ളിയാഴ്ച രാത്രി 5 മണിക്ക് അങ്ങാണ്ട പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഷൊർണൂർ എത്തണം. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി വൈകിട്ടാണ് ഇവിടുന്ന് ട്രെയിൻ കയറാൻ പോകുന്നത്. അതായത് 4:30, 5 മണിക്ക് അവിടെ പരിപാടി തുടങ്ങുമെങ്കിൽ 4:30 ട്രിവാൻഡ്രത്ത് നിന്ന് കയറത്തേ ഉള്ളൂ പുള്ളിക്കാരി. അപ്പൊ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ നമ്മൾ മിസ്സാവും. അപ്പൊ അങ്ങനെ പോവാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തായാലും താൻ പുറകെ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒരു ധൈര്യം എന്ന് പറയുന്ന ഒരു സാധനം എനിക്കില്ല. അപ്പം ഒറ്റയ്ക്കൊരു പരിപാടിക്ക് പോകുന്ന പോലെ ഞാൻ ഫസ്റ്റ് അങ്ങ് പോവുക. ഞാൻ രാവിലെ പോവുക. ഞാൻ 5:15 ട്രെയിൻ അങ്ങ് പോവുക. അപ്പൊ അവിടെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. താൻ പയ്യെ വന്നു. അപ്പൊ അയാളുടെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നോളാം എന്നുള്ളതായി. അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോയി ട്രൈ ചെയ്യട്ടെ, എന്തായാലും എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പുറകെ വരുന്നുണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ആദ്യം തന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള പരിപാടികളായി. തിരിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ തൽക്കാലം ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സൈറ്റഡ് ആണ്, അതേപോലെ പേടിയുണ്ട്, ആൻസൈറ്റി ഉണ്ട്. കാരണം ഇതിനിടയ്ക്ക് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാമ്പാണ്. അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, അല്ലാതെ ഒരു സൈറ്റ് സീയിങ്ങോ അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല. കുറച്ച് മൈൻഡ്ഫുൾനെസ് പോലെ. ഞാനിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു സ്ലോ ലിവിങ് എന്ന് പറയുന്ന ഒരു സംഭവം ആണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫൈബ്രോ പെയിൻ ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇത് ട്രിപ്പ് ബുക്ക് ചെയ്തതിന് ശേഷം ഇപ്പം 3 തവണ എനിക്ക് ഫൈബ്രോ ഫ്ലെയർ വന്നു. പിന്നെ അതിൻ്റെ നല്ല പെയിൻ ആയിരുന്നു. അപ്പൊ അതിന് എനിക്ക് ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിടുത്തം, ഇവിടുത്തെ ഒരു ഞരമ്പ്, പിന്നെ ഈ മുതുകുവശത്ത് ഈ ഭാഗത്തും പിന്നെ പുറകുവശത്തുമായിട്ട് 3 തവണ നല്ല ഇതില് പെയിൻ വന്ന് ഞാൻ കിടപ്പായിപ്പോയി. ഒരു ഫുൾ ഡേ കിടപ്പായിപ്പോയി. പിന്നെ ആകപ്പാടെ നമുക്കുള്ളത് ബിജു ഇവിടെ ഉണ്ടെങ്കിൽ ബിജു ഇത് തിരുമ്മി തരും. അപ്പം 2 തവണ വന്നപ്പം ബിജു ആണ് എനിക്കിത് സെറ്റാക്കി തന്നത്. ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് തിരുമ്മിയാൽ കറക്റ്റ് ആവണമെന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ബാക്കിലോട്ടാണ് പോകുന്നത്. അത് ബിജു തിരുമ്മി ശരിയാക്കി. ബാക്കിലത്തതും അന്ന് വന്നത്, പക്ഷെ ഇപ്പോഴും അവിടെ പിടുത്തമുണ്ട്, നീര് അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ബിജു നാട്ടിൽ പോയ സമയത്ത് എനിക്ക് നല്ലൊരു പണി വന്നിട്ട് പിന്നെ അന്നയാണ് എനിക്ക് തിരുമ്മി തന്നത്. അപ്പൊ ഇവർക്ക് 2 പേർക്ക് ഇത് തിരുമ്മി റെഡിയാക്കി. തിരുമ്മി കഴിഞ്ഞാൽ ഓക്കെയാണ്. തിരുമ്മി കഴിഞ്ഞാൽ നമ്മൾ ഡോളം കഴിച്ച് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഇത് ചെയ്യാൻ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല.
അപ്പൊ എനിക്ക് അറിയത്തില്ല, ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനോട് പറയുക എടേ ഇതൊന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റി അറിയാവോ, ഇത് ചെയ്തു തരാൻ അറിയാവോ. പിന്നെ ഇച്ചിരി പ്രയാസമാണ്, നമ്മൾ ഈ ഒരു മുട്ട് വെച്ചിട്ടാണ് നമ്മൾ തിരുമ്മി റെഡിയാക്കുക, നമുക്ക് അത്രയും പ്രഷർ ഇട്ടാലേ നമ്മൾ ഇത് ശരിയായി കിട്ടത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പേടി എനിക്കുണ്ട്. ഇതിനിടയ്ക്ക് ട്രിപ്പ് ക്യാമ്പ് ബുക്ക് ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരു 3 തവണയായി അറ്റാക്ക് വന്ന്, ഫൈബ്രോ പെയിൻ വന്ന് ചത്തു കുത്തി കിടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട്. ഇപ്പം ഇന്നൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, ടെൻഷൻ കാരണമാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് പോയാലേ പോയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിവേ ഷെയറിങ് ദാറ്റ്, ചെന്ന് എത്തിപ്പെടുവാണെങ്കിൽ പിന്നെ അതിന് ഞാൻ അവിടെ പോയിട്ട് വീഡിയോസോ ഫോട്ടോസോ എടുക്കുമായിരിക്കും. പക്ഷെ വീഡിയോസോ അങ്ങനെ ഒരു വ്ളോഗായിട്ടോ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അവിടെ പോയിട്ട് സമാധാനമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ബോണസ് ആയിട്ട് വല്ലതും എനിക്ക് അപ്പം എടുക്കാൻ തോന്നുവാണെങ്കിൽ ഒരു ഷോർട്സ് പോലെ വല്ലതും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ക്യാമ്പിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ ഡിസംബറിന്റെ പ്ലാനും പിന്നെ വീഡിയോസ് ആസ് യൂഷ്വൽ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത്, ഞാനിപ്പോൾ പയ്യെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജാനുവരി ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണമല്ലോ. അതായത് എന്തിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ആലോചനയിലാണ്. തയ്യൽ എന്നുള്ളത് നമ്മളിങ്ങനെ തലയിലുണ്ടെങ്കിലും എന്തോ അത് ആലോചിക്കുമ്പോൾ, കസ്റ്റമേഴ്സിനെ ആലോചിക്കുമ്പോൾ, അല്ലെ പിന്നെയും തയ്ക്കുമ്പോൾ ഉള്ള ഒരു മെനക്കേട്, അല്ലെങ്കിൽ തയ്യലിനോട് എനിക്കൊരു ഇഷ്ടം ഇപ്പോഴും ഇല്ല. അങ്ങോട്ട് എന്റെ ഡ്രസ്സ് തന്നെ തയ്ക്കാനായിട്ട് ഞാൻ ബുദ്ധിമുട്ടും. അപ്പം ഞാൻ വേറെ ആൾക്ക് തയ്ച്ചു കൊടുക്കുവോ. ഇപ്പോഴും ബിസിനസിന്റെ ഒത്തിരി കോൾസ് വരുന്നുണ്ട്. ഇപ്പം കല്യാണമൊക്കെ എടുത്തൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വേറെ പല ആലോചനകളുടെ ഇടയിൽ ഞാനിങ്ങനെ ഉടമിയിലെ കോഴ്സസ് തന്നെ, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കോഴ്സസ്, ഓൾറെഡി ഉള്ള ബ്ലൗസിന്റെ കോഴ്സ് ആണെങ്കിലും, നമ്മൾ ഇൻഡിവിജ്വലി കൊടുത്തോണ്ടിരുന്ന കോഴ്സസ് ഇല്ലേ, ബ്ലൗസിന്റെ ആണെങ്കിലും കുർത്തിയുടെ ആണെങ്കിലും, പിന്നെ എംബ്രോയിഡറിന്റെ ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം ഞാനിപ്പോൾ ഉടമിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് നാൾ മുന്നേ വരെ ഉടമിയുടെ ഡീൽ പ്രോഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ നമ്മൾ 10,000-3000 രൂപയുടെ നമ്മുടെ കോഴ്സ്, അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്റെ സെറ്റിംഗ് കറക്റ്റ് ആയിട്ടെ. അപ്പൊ ഞാൻ 3000 രൂപയ്ക്കും അല്ലെങ്കിൽ 1500 രൂപയ്ക്കും ഒക്കെ കൊടുത്തോണ്ടിരുന്ന കോഴ്സ് ഉടമി എന്നാ ചെയ്യുന്ന വെച്ചാൽ 300-400 രൂപയ്ക്ക് കൊടുത്തു കളയും. അപ്പൊ ഈ 300 രൂപയ്ക്ക് ഉടമി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആകെപ്പാടെ അതിന്റെ പകുതിയോ അല്ല 150 രൂപ വല്ലതും ആയിരിക്കും ഒരു കോഴ്സിന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുറെ എണ്ണം വിറ്റ് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ഇത് എന്താ സംഭവം നോക്കാനായിട്ട് തപ്പിയപ്പോൾ മനസ്സിലായി, ഓക്കെ, ഞാനിത് ബൈ ഡീഫോൾട്ട് ഉടമിയുടെ ഡീൽ പ്രോഗ്രാം നമ്മൾ ഇന്നാണ് ഓപ്റ്റ് ഇൻ ചെയ്തു. അപ്പൊ ഞാനത് പയ്യെ ഓപ്റ്റ് ഔട്ട് ചെയ്തു. കാരണം ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോസ് ആണ്. അങ്ങനെ ഇപ്പം ഒരു ഇതായിട്ട് പോയി, വേണ്ട, ആവശ്യമുള്ളവർ എടുത്താൽ മതി എന്നുള്ള മട്ടില്ലേ. പിന്നെ ഉള്ളത് മറ്റേന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇതൊരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കണം. മറ്റേന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബ് പ്രൈവറ്റ് വീഡിയോസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ ഓരോരുത്തർ വിളിച്ച് അതിന്റെ ഡൗട്ട്സ് എല്ലാം ചോദിച്ച് പിന്നെയും എപ്പോഴും ഇടയ്ക്ക് വിളിച്ച് ആകെ ഒരു ബഹളമൊക്കെ ആയിട്ട് നമുക്ക് ഈ കസ്റ്റമർ ഇന്ററാക്ഷൻ പറ്റുന്നില്ലല്ലോ. സോ അത് മാറ്റിയിട്ട് ഉടമിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ സോ കുറച്ചും കൂടെ എന്താണ് കോഴ്സസ് ലൈക്ക് എൻ്റെ അടുത്ത് ഈയിടയ്ക്ക് 1-2 പേര്, ഞാൻ ChatGPT വെച്ചിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ ഒരു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കുറച്ച് പേര് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് ChatGPT എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചപ്പോൾ എനിക്കപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, എല്ലാവർക്കും ChatGPT യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു അസംപ്ഷൻ കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായത് ഓക്കെ, ChatGPT എന്ന് പറയുന്ന ആ ഒരു ബേസിക് സാധനം അത് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്. സോ അതൊരു കോഴ്സ് ആക്കാം മലയാളത്തിൽ. ഇംഗ്ലീഷിൽ മേ ബി മലയാളത്തിൽ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോസ് കാണും. പക്ഷെ സ്പെസിഫിക് ആയിട്ട് എന്താണ് ആവശ്യം, ഒരു ക്രിയേറ്റർ പെർസ്പെക്റ്റീവിലാണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഒരു അസിസ്റ്റന്റ് പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു കോഴ്സ്, അതുപോലെ യൂട്യൂബ് വീഡിയോസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതിന്റെ രീതികൾ ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിന്റെ ഒരു കോഴ്സൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും പയ്യെ എനിക്ക് ഉടമിയിലേക്ക് മാറ്റണം. പക്ഷെ അത് അപ്ഡേറ്റഡ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് അതിലോട്ട് ഇടാൻ പറ്റാത്തത്. പിന്നെ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കോഴ്സ് ഞാൻ പണ്ട് ചെയ്തിരുന്നു, ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒത്തിരി പഴയതാ, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഒരു രീതികളും ഇൻസ്റ്റഗ്രാം അപ്രോച്ചും ഒന്നും വെച്ചിട്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഒക്കെ കോഴ്സ് ഒന്ന് ചെയ്ത് ഉടമി വഴി നമുക്ക് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സോ അത് നമുക്കൊരു
3-4 മാസം ട്രൈ ചെയ്യാം. വീഡിയോസും വീഡിയോസ് അല്ല, കോഴ്സസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് ചെയ്ത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും അത് അവിടെ കിടന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ആവശ്യമുള്ളവർ വാങ്ങിച്ചാൽ നമുക്കൊരു പാസീവ് ഇൻകം അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു മെയിൻ ഇൻകം ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പയ്യെ നമുക്ക് ആ വക കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതിനകത്ത് ഏറ്റവും ഞാൻ പറയും, ഇപ്പൊ ബ്ലൗസിന്റെയും കുർത്തയുടെയും കോഴ്സസ് എടുത്തവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഓഫ്ലൈനായിട്ട് എടുത്ത ആൾക്കാരുടെ റിവ്യൂസ് ഒന്നും അതിലിടാനായിട്ട് യാതൊരു വകുപ്പില്ല. അപ്പോൾ എനിക്കറിയത്തില്ല അതെങ്ങനെ ചെയ്യുമെന്ന്. അപ്പൊ അതാണ് എൻ്റെ അടുത്ത ഒരു പ്ലാൻ. അപ്പൊ അതിൻ്റെ ഒരു എന്താണ് പേപ്പർ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിങ്ങും ഒക്കെ നമുക്ക് ഡിസംബറിൽ ഇതുപോലെ പാരലി ചെയ്ത് ജാനുവരി ആകുമ്പം നമ്മൾ പയ്യെ ഷൂട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പയ്യെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനും ഡിസംബറിലുണ്ട്. അപ്പൊ ഇത്രയാണ് ഡിസംബറിലെ പ്ലാന്. പിന്നെ ബ്ലാബ്ല സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇനി 30 ദിവസത്തേക്ക് എന്നാ കണ്ടന്റ് എടുത്തിട്ട് പറയാനാണെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അതും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഡിസംബറിലെ പ്ലാൻ. എന്താണ്, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ ഇങ്ങനെ പ്ലാൻ ഷെയർ ചെയ്യുന്നോണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനമാണ്. എനിക്ക് പ്രയോജനമാണ്. കാരണം എനിക്കൊരു ചെക്കിംഗ് ആണ്. ഓക്കെ, നേരത്തെ മാസം ഞാൻ ഉദ്ദേശിച്ച് നടന്നിട്ടുണ്ടോ, ഈ മാസം ഞാൻ ഉദ്ദേശിച്ച് നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ളത്. പിന്നെ ഞാനതിങ്ങനെ ഭയങ്കരമായ ഗോൾ സെറ്റിങ്ങോ അല്ലെ വലിയ പ്ലാനുകളോ ഒന്നും ചെയ്യുന്നില്ല. പോകട്ടെ, ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവാം, ഒഴുക്കിനെതിരെ പോവാതെ. ഇനി കുറച്ച് സ്ലോ ലിവിങ് ആവാം. സ്ലോ ലിവിങ് തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ചൊന്ന് പയ്യെ പോവാം. നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവണം. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് നടക്കാതെ വരുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഇപ്പൊ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്ത് ഒന്ന് പയ്യെ പോയി നോക്കാം, കുറച്ച് എൻജോയ് ചെയ്ത് പോയി നോക്കാം. അതാണ് ഡിസംബറിലെ പ്ലാൻ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം. നിങ്ങൾ ഡിസംബറിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക്